ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണത്. എന്താണ്? കൂന്തൽ. കൂന്തലിൻ്റെ ഡിഷ് തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കോഴിക്കോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം UK-യിലുള്ളവർക്ക് അത് ഉണ്ടാക്കാനൊക്കെ പറ്റും എന്ന് ഞാൻ തെളിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കൂന്തൽ റെസിപ്പിയിലേക്ക് പോകാം. അതിന് നമുക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് സവോള വേണം. ഞാൻ ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. അത് കുനുകുനാന്നരിഞ്ഞ ഒരു സവോള. അത് കണക്ക് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, ഒരു ചെറിയ തക്കാളി. അതും കുനുകുനാന്നരിഞ്ഞത്, കുനുകുനാച്ചി നീളത്തിനൊക്കെ അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയുണ്ട്, ഫ്രോസൺ കറിവേപ്പിലാണുള്ളത്. പിന്നെ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. അത് കണക്ക് 2 വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞത്, 2 കുഞ്ഞി പച്ചമുളക് കുനുകുനാന്നരിഞ്ഞത്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, സോ ഞാൻ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടുന്നത്. എനിക്ക് 2 കൂന്തളാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 1/2 കിലോ കൂന്തളാണ് എടുത്തേക്കുന്നത്. 2 ഉള്ളൂ കേട്ടോ. 2 വലിയ കൂന്തളായപ്പോൾ 1/2 കിലോ ആയി. സോ 2 കൂന്തൾ. അത് കണക്ക് തന്നെ കൂന്തളിൻ്റെ ആ ഒരു ഭാഗം, അതായത് ഈ ഭാഗം മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ബാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെച്ചേക്കുന്ന ഭാഗം കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. സോ അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 സ്പൂൺ മാത്രമേ നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടുന്നത് മസാലപ്പൊടികളാണ്. സോ ഇതിനകത്ത് എന്തൊക്കെയാണ്? മഞ്ഞൾപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ട്. ഇത് 3ഉം കൂടി ഉള്ളതാണ്. ഇതിനകത്ത് ഓൾ സ്പൈസസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക്, ഏലക്ക, ജാതിപത്രി, എല്ലാ സാധനവും ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജാതിപത്രിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിന് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ കറിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കറിച്ചട്ടി ചൂടാക്കാൻ വെച്ചു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഈ പൊടികൾ വഴറ്റാം. അതിലേക്ക് ഞാൻ സവോള ഇട്ട്, എണ്ണ ചൂടായപ്പോൾ സവോളയാണ് ഇട്ട് കൊടുത്തത്. മുഴുവൻ സവോളയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. സവോള നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സവോള വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേനുമാണ് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ സ്പൂണിന് 2 സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞി സ്പൂൺ. ഞാൻ റാപ്സീഡ് ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റാപ്സീഡ് ഓയിൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. സോ ഞാൻ റാപ്സീഡ് ഓയിലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാധനം ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം അതിലേക്ക്. ഞാൻ ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ സ്പൂണിനാണ് ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനൊരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ കൂന്തലിൻ്റെ കാല് കൂടെ ഞങ്ങളിവിടെ ചേർക്കാൻ പോവാണേ. ഇനി ബാക്കിയുള്ള കറിവേപ്പിലയും തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. ഞാൻ നമ്മുടെ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഈ കൂന്തലിനെ നമുക്ക് നിറയ്ക്കായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ സ്റ്റഫുകൾ നിറയ്ക്കാം. നമ്മളിങ്ങനെയാണ് ഇപ്പോൾ അതിന് മസാലയായി വന്നിട്ടുള്ളത്. കൂന്തലിടുക, തുറക്കുക, അതിനകത്തോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട്
നിറച്ച് കൊടുക്കും. നിറച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് നിറച്ചെടുക്കാം. ഇതെല്ലാം നിറച്ചെടുത്തു. അപ്പം ഞാൻ ഇതിൻ്റെ ഭാഗങ്ങൾ അടച്ചു വെച്ചിട്ടില്ല, കാരണം എൻ്റെ ഇത് അടയ്ക്കാനായിട്ടുള്ള ഈർക്കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഇല്ല. അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. സോ ഞാനത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുകയാണ് ആവി കയറ്റാനായിട്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. റാപ്സീഡ് ഓയിൽ ഇത്രയും ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്തു. കുറച്ച് കുരുമുളക് പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ്. അപ്പം നമ്മൾ പുഴുങ്ങാൻ വെച്ചാൽ നമ്മുടെ ഈ 2 സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഈ മസാലയിലേക്ക് മിക്സ് ചെയ്യാം. മസാല നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനകത്തോട്ട് എടുത്ത് നമുക്ക് നല്ലോണം ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം. മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാല പിടിപ്പിക്കുക. ഇതിനകത്തുനിന്ന് സാധനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. 2 മസാല വെട്ടിയ ശേഷം നമുക്ക് വറുക്കാം. 2 കൂന്തലിനെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ റെഡിയാണ്. അപ്പം ഈ പാനിലേക്ക് കുറച്ച് റാപ്സീഡ് ഓയിൽ ഒഴിക്കുകയാണേ. റാപ്സീഡ് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മൾ കൂന്തൽ നിറച്ചത് അതിലേക്ക് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി ഇതിലേക്ക് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും അടച്ചു വെക്കുന്നതാണ് നല്ലത്. സേഫ്റ്റിക്കായി പൊട്ടിത്തെറിക്കും. ഞാൻ അടച്ചു വെക്കുകയാണ്. അടുത്ത് അടച്ചു വെച്ചു. കുറച്ച് നേരം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അടുത്ത വശത്തേക്ക് മറിച്ചിടുക. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും മസാല ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് ഗ്രേവി പോലെ ആക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ വറുത്ത് കോരിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓണിയൻസും ടൊമാറ്റോയും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓണിയൻസ് ആൻഡ് ടൊമാറ്റോസ് ടുഗെദർ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് പൊടികൾ, നേരത്തെ ചേർത്ത പൊടികൾ തന്നെ ഒന്നുകൂടെ ചേർക്കുക, മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു മസാലയായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 2 കൂന്തൽ നിറച്ചത് ഫ്രൈ ചെയ്തതിന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ചട്ടി ഓഫാക്കാം. നമ്മുടെ സ്ക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ സ്ക്വിഡിന് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി എടുത്ത് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തു. സോ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് റെഡിയാണ്. ഫോർക്കും നൈഫും റെഡിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാവ്, നമ്മൾ പ്ലേറ്റിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ട്രൈ ചെയ്യാൻ. കട്ടാവോ അണ്ണാ? അത് കട്ട് ചെയ്യും.
ഓ നല്ല സൂപ്പർ. വെറുതെ അല്ല കോഴിക്കോട്ടോട്ട് ആൾക്കാർ ഓടി ഓടി പോകുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ നോക്കണം. സൂപ്പർബാണ്, സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കുവാണ്. അതെ, നോക്കട്ടെ എങ്ങനെയുണ്ട്. അതെ, എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിൻ്റെ ഭക്ഷണം എന്നുള്ളത്. എൻ്റെ റിവ്യൂ മാത്രം പറ്റൂല. ആണ് പ്രശ്നം. റബ്ബർ പോലെ ഇരിക്കും. കളാ സൂപ്പറാണോ? താങ്ക് യു ചേച്ചിക്ക് ഇഷ്ടമായി ഗായ്സ്, ചേച്ചിക്ക് ഇഷ്ടമായി. ഇനി എൻ്റെ പ്രോട്ടീൻ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന് പറയും. ഇഡ്ഡലിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇതിൻ്റെ ഗ്രേവിയും കൂടെ വയ്ക്കുവാണ്. ആ ഗ്രേവിയിൽ സ്ക്വിഡിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൗസ് പ്രോട്ടീൻ ഇഡ്ഡലി ഗുഡ്. താങ്ക് യു. ഇനി പ്രോട്ടീൻ ദോശ, ഇത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റൂ. ദോശയൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റൂടെ? എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. വാവ്, കഴിവ്. ദോശേനെ വരെ അതിൻ്റെ അകത്ത് കയറ്റി. എങ്ങനെയുണ്ട് ദോശ? നൈസാ?